ഈ കയ്യിൽ ഈ ബോംബ് പിടിച്ചു കഴിഞ്ഞാൽ അനങ്ങാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് തോർത്ത് ചുറ്റും. ഞാനൊരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാണ്. ഒരു ജാഥ പോകുന്ന സമയത്ത് ഒരാൾ എല്ലാവർക്കും ഓരോരോ ലഡു എടുത്ത് കൊടുക്കുമ്പോൾ എടുത്ത് കൊടുക്കണം എറിയാൻ വേണ്ടിയിട്ട്. ഒരാൾ പെട്ടെന്ന് വരുമ്പോൾ കല്യാണത്തിന് ആഘോഷം എന്നും പറഞ്ഞിട്ട് ഒരു ബോംബ് എറിഞ്ഞ് തലപൊട്ടി അപ്പം തന്നെ മരിച്ചു. ഒരു ചെറിയൊരു ഇതിനെ കൊണ്ട് ഒരാളെ കൊല്ലാമെന്നു, ഇത്രയുള്ള ബോംബിനെ കൊണ്ട് ഒരു 10 ആളെ കൊല്ലാമെന്നു, ഇത്രയുള്ളതിനെ കൊണ്ട് ഒരു പാലം പൊളിക്കാമെന്ന് പറഞ്ഞാൽ ആൾ വേണ്ട, ഒരാളെ വേണ്ടു. പട്ടികളെ വെട്ടി പരിശീലിക്കുന്ന ഒരു സംഭവം കണ്ണൂരിലുണ്ടായിട്ടുണ്ട്. വെടിവാൾ ഉപയോഗിച്ചിട്ട് വെട്ടിക്കൊള്ളുന്ന രീതിയാണ് പലപ്പോഴും കാണുന്നത്. ഒറ്റ വെട്ടിന് തന്നെ കഴുത്തറ്റ് പോകുന്ന, അല്ലെങ്കിൽ കഴുത്തിൻ്റെ പകുതി ഭാഗവും തീരുന്ന വിധത്തിലുള്ള. അങ്ങനെ വെട്ടിയതിൽ ഒരിക്കലും അത് തിരിച്ച് യോജിപ്പിക്കാൻ പറ്റാതെ പൂഴി വാരിയിടുക. അതിനകത്ത് പൂഴി നീക്കം ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നാവില്ലല്ലോ. അപ്പോൾ തുന്നി ചേർക്കണ്ടേ. അപ്പോൾ എവിടെയാണോ വെട്ടുന്നത് അവിടെ പൂഴി വാരിയിടുക. സാർ, ഈ കണ്ണൂർ ജില്ല എന്നും ഈ കുപ്രസിദ്ധി ആർജിച്ചത് ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, പ്രത്യേകിച്ച് ഈ മാരകമായിട്ടുള്ള വടിവാൽ, ഈ 51 വെട്ടൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കുന്നതിന് അപ്പുറത്തുള്ള ഭീകരതയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ബോംബ് നിർമ്മാണം, ഇതിലെ എന്തെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇവിടെ നടക്കുന്ന ക്രൈമുകളിൻ്റെ ഒരു പാറ്റേൺ, ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ബോംബുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു പാറ്റേൺ സാറെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കണ്ണൂർ ജില്ലയിലെ ബോംബുകൾ പല മോഡലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് സ്റ്റീൽ ബോംബുകൾ. അതായത് ശരിക്കും സ്റ്റീൽ പാത്രം, നമ്മളെ ശബരിമലക്കെല്ലാം കൊണ്ടുപോകുന്ന നെയ്പാത്രം എന്ന് പറഞ്ഞ ചെറിയ ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ. അന്ന് കടകളിൽ അങ്ങനത്തെ സ്റ്റീൽ പാത്രങ്ങൾ വിൽപ്പന പോലും കണ്ണൂർ ജില്ല അനുവദിക്കാത്ത ഒരു കാലഘട്ടമുണ്ട്. ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വ്യാപകമായിട്ട് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ഈ ചോറ്റുപാത്രമാണ്, ചോറ്റുപാത്രമല്ല, ഇത്രയുള്ള ഒരു നെയ്പാത്രം പോലത്തെ സാധനം. അപ്പോൾ അതിൽ വളരെ അപരിഷ്കൃതമായിട്ടാണിത് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു വളരെ വളരെ റിസ്ക്കുള്ളൊരു പണിയാണ്. കാരണം ഇത് സ്റ്റീല് അതിൻ്റെ മൂടി തിരിച്ച് മുറുക്കുമ്പോൾ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ ഇത് പൊട്ടും. അങ്ങനെ ഇഷ്ടം പോലെ ആളുകളെയും കുറേ പേര് മരണപ്പെട്ടിട്ടുണ്ട്. കുറേ ആൾ കയ്യും കാലും കണ്ണൊക്കെ പോയിട്ടുണ്ട്. ചില വീടുകൾ തകർന്നിട്ടുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഈ സ്റ്റീലിൽ ഈ നിറയെ ഈ പൂഴി, അതുപോലെ നേരത്തെ പറഞ്ഞ ബ്ലേഡ്, ആണി, കുപ്പിച്ചുല്ല്, ഇങ്ങനെയുള്ള മാരകമായ മിസൈലായിട്ട് പോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നിറച്ച് വെക്കും. നിറച്ച് വെച്ചിട്ട് ഇതിനൊരു പശയുണ്ട്, ഒരു പശ അതിന് മൂടി ടൈറ്റാകാൻ വേണ്ടിയിട്ട്. ആ പശ ഇട്ടിട്ട് ഇതിനെ മൂടി മുറുക്കി വെക്കും. എന്നിട്ട് ഇത് പ്രത്യേകം തയ്യാറാക്കി നമ്മൾ ഈ മുട്ടയെല്ലാം കൊണ്ടുപോയി ട്രേ പോലെ ബക്കറ്റിലുണ്ടാക്കി അതിൽ പൂഴി വെച്ച് ആ പൂഴിയിൽ ഇങ്ങനെ നല്ല ഒരു ബക്കറ്റിൽ 4 5 വെക്കും. അതിൽ അധികം വെക്കില്ല. അതങ്ങനെ പൊട്ടിപ്പോവും. അതിങ്ങനെ തന്നെ എവിടെയും കൊണ്ടുപോക്കും. അതങ്ങനെ തന്നെ എടുത്തിട്ട് പിന്നെ കൊണ്ടുപോകും. പിന്നെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിൽ കണ്ടത് ഈ കയ്യിൽ ഈ ബോംബ് പിടിച്ചു കഴിഞ്ഞാൽ അനങ്ങാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് തോർത്ത് ചുറ്റും. വലിയ തുണി ചുറ്റി ഇങ്ങനെ വെക്കും അനങ്ങാതിരിക്കാൻ വേണ്ടി. ആ സ്ഥലത്ത് അനങ്ങിയാൽ പൊട്ടും. അപ്പോൾ ആ സ്ഥലത്ത് എത്തുന്നവരെ ഇത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെക്കും. അവിടെ എത്തിയാൽ മാത്രമേ ഇത് അയച്ചിട്ട് എറിയേണ്ടത് എറിയും. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് അനങ്ങിപ്പോയാൽ പൊട്ടിപ്പോവും. അതാണ് ഇതിൻ്റെ എങ്ങനെ വളരെ അപരിഷ്കൃതമാണല്ലോ. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ഏത് സമയത്ത് അനങ്ങിയാൽ പൊട്ടും. ഇതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ വ്യാപകമായിട്ട് പല ഉപേക്ഷിക്കപ്പെട്ട പല പറമ്പുകളിലും ഇത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാട് വെട്ടാൻ വരുന്നവരും അങ്ങനെയാണ് ഈ അമാവാസി എന്ന് പറഞ്ഞൊരു അമാവാസി അറിഞ്ഞ ഒരു തമിഴൻ ഈ ആക്രിക്ക് സാധനങ്ങളെ പിറക്കുന്ന സമയത്ത് ബോംബ് പൊട്ടിയിട്ട് കണ്ണും കൈയെല്ലാം പോയി വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് പഠിച്ച് മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തി. അത് അങ്ങനെ പോയി. ഇപ്പോൾ പറമ്പിലൊക്കെ ഇപ്പോഴും പലക്കലും ഉപേക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഈ മൺവെട്ടി കൊണ്ട് വെട്ടുമ്പോൾ ഇത് പൊട്ടിത്തെറിച്ചിട്ട് ഇത്ര നാളൊക്കെ ആക്റ്റീവായിട്ടിരിക്കും. കുറേ കാലം നിൽക്കും. അത് വെയിൽ കൊള്ളുമ്പോൾ പിന്നെ വീണ്ടും അത് പഴയ ഫോമിൽ വരും. മഴക്കാലത്ത് ഒന്ന് തണുത്തിരിക്കും. അപ്പോൾ അതൊന്ന്. പിന്നെ ഐസ്ക്രീം ബോംബുകൾ, അത് കുറച്ചും കൂടി ഗ്രാവിറ്റി കുറഞ്ഞാണ്. ഐസ്ക്രീം എളുപ്പമാണ് എറിയാനൊക്കെ. അത് നമ്മൾ ഈ ബോൾ പോലത്തെ ഐസ്ക്രീം ഉണ്ടല്ലോ, അതിലത്തെ ഐസ്ക്രീം അതിലത്തെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ബോംബായിട്ട് ഉപയോഗിക്കാൻ അതിനുള്ള ഇതേപോലെ അത് ഒന്നും കൂടി കണ്ടാൽ നല്ല വൃത്തിയുണ്ടാവും. എടുത്ത് ഉപയോഗിക്കാനും അത്ര ഈ സ്റ്റീൽ ബോംബിൻ്റെ അത്ര ഗ്രാവിറ്റി കിട്ടില്ല. എറിയുന്ന ഈ ആയത്തി പൊട്ടില്ലേ, പൊട്ടിപ്പോവും. അതാണ് അത് തന്നെ. അങ്ങനെയും പൊട്ടാറുണ്ട്. ഇത് കുലുങ്ങാൻ പാടില്ല. അപ്പോൾ കൈ വിട്ടൊരു 10 മീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ചില ഈ എറിയുമ്പോൾ തന്നെ ഇത് മർദ്ദം പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ഐസ്ക്രീം ബോംബുകൾ ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ വേറെ അതിനെക്കാട്ടും വലിയ പാത്രങ്ങളിലുണ്ടായ പിന്നെ ചുറ്റുപാത്രം, അങ്ങനെ ഒരു ഏതോ സ്കൂളിൽ നിന്ന് മാഷെ പാത്രത്തിൽ നിന്ന് ബോംബ് പൊട്ടിയ കേസ് അറിയാമല്ലോ. അന്ന് പൊളിറ്റിക്സ് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പേടിയാണ്. അപ്പോൾ അധ്യാപകൻ ചോറ്റുപാത്രം എന്ന വ്യാജേന ബോംബുമായിട്ട് അന്ന് സ്കൂളിൽ പോയത്. അത് അബദ്ധത്തിൽ വീണുപോയി പൊട്ടി. പക്ഷെ അത് എത്ര അതിലോട്ട് എന്നാലും ചെറിയ പരിക്കെല്ലാം പറ്റി. അങ്ങനെ അന്നത്തെ ഒരു എല്ലാവർക്കും പിന്നെ പേടിയോ ഒരു അവിശ്വാസം ഇതൊക്കെയാണ്. അതുകൊണ്ട് സ്കൂളിൽ പോലും ഉപേക്ഷിക്കപ്പെട്ട പാത്രം കണ്ട പേടിയാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മരുന്ന് എത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് കെട്ടാൻ പ്രത്യേക ആൾക്കാരെ കാശ് കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് അതിനായിട്ട് വിലക്ക് ആളെ വരും, എനിക്ക് എത്ര കൂലിയാണ് എന്നും പറഞ്ഞിട്ട് അതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് നല്ല വരുമാനമായിട്ട് ഇപ്പോൾ മയക്കുമരുന്ന് വിൽപ്പന എന്ന് പറഞ്ഞ പോലെ തന്നെ ബോംബ് നിർമ്മാണത്തിനുള്ള ആൾക്കാർ വരും. അവർ പറഞ്ഞ എണ്ണ ഉണ്ടാക്കി കൊടുക്കും, അതിന് കാശും വാങ്ങിച്ച് അവർ പോവും. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോംബ് വ്യാപകമായി ഉണ്ടാക്കിയിട്ട് എണ്ണം പറഞ്ഞ് പുറത്ത് വിൽക്കുന്നവരുമുണ്ട്. അത് പിന്നെ ഈ ഉണ്ടാക്കാനുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി. 1, 2 അതിന് റിസ്ക് എടുക്കാൻ ആർക്കും പറ്റുന്നില്ല. പിന്നെ പിടിക്കപ്പെടാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതിനായിട്ടുള്ള ഏജൻസികൾ പല ദിക്കിലും നല്ല കാശ് വാങ്ങും. പക്ഷേ സാധനം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അത് എത്തിച്ചു കൊടുക്കും. വല്ല വണ്ടികളിലെല്ലാം പോയിട്ട് എത്തിച്ചു കൊടുക്കും. ഓമിനി വാൻ, അങ്ങനെയുള്ള ഓമിനി വാനൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ബോംബ് നിർമ്മാണമായിട്ട്. ഇതിന് നല്ല ഒരു കാലത്ത് എല്ലാ പാർട്ടികളെയും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിയ വേളയിൽ പിന്നെ അത് കുറഞ്ഞു അപകടം മൊത്തം കുടുംബങ്ങളിലേക്കും വരാൻ തുടങ്ങി. കുട്ടികളൊക്കെ വഴി തെറ്റാൻ തുടങ്ങി. നാട്ടിൽ മുഴുവൻ ഹർത്താലും ബന്ധം നിരന്തരമാവാൻ തുടങ്ങി. സമൂഹം തന്നെ സ്തംഭിച്ചു പോകുന്നൊരവസ്ഥ വരുമ്പോൾ ഇതിൽ നിന്ന് കുറേ ആൾ പിന്മാറാൻ തുടങ്ങി. അപ്പോൾ ബോംബിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത് ചെറിയ കുട്ടികൾ മുതൽ വരെ പ്രായമുള്ളവർ വരെ ഉണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാണ്. ഒരു ജാഥ പോകുന്ന സമയത്ത് ഒരാൾ എല്ലാവർക്കും ഓരോരോ ലഡു എടുത്ത് കൊടുക്കുമ്പോൾ എടുത്ത് കൊടുക്കണം എറിയാൻ വേണ്ടിയിട്ട്. ഒരാൾ പെട്ടെന്ന് വരുമ്പോൾ എടുത്ത് കൊടുക്കുന്നു എറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇന്ന സ്ഥലത്തേക്ക് എറിയാൻ. അപ്പോൾ അയാൾ ഇങ്ങനെ തന്നെ പിടിച്ചു പോകുന്നത്. അത് പൊട്ടിയാൽ എല്ലാവരും മരിക്കും. പക്ഷേ ഒരു ബാസ്ക്കറ്റിൽ ഒരു കൂട്ട പോലുള്ള സാധനത്തിൽ ഒരു 10-20 എണ്ണം കോഴിമുട്ട പോലെ കൊണ്ടുപോയിട്ട് ഒരാൾക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെയെല്ലാം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇല്ല, എല്ലാവരും എതിരാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു കല്യാണത്തിന് ഇപ്പോൾ അത് വളരെ അപരിഷ്കൃതമായിപ്പോയി. കല്യാണത്തിന് ആഘോഷം എന്നും പറഞ്ഞിട്ട് ഒരു ബോംബ് എറിഞ്ഞ് തലപൊട്ടി അപ്പം തന്നെ മരിച്ചുപോയി. വലിയൊരു അടുത്ത കാലത്തുണ്ടായ ഏറ്റവും അപമാനകരമായൊരു സംഭവമാണ് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായത്. ഒരു കല്യാണത്തിൻ്റെ ആഘോഷത്തിന് വരൻ്റെ കൂടെ വന്ന പാർട്ടി ആഘോഷിച്ച് ബോംബെടുത്ത് എറിഞ്ഞത് മറ്റൊരു തലയിൽ കൊണ്ടു. ബോംബുണ്ടാക്കി വെക്കുന്നത് രാഷ്ട്രീയ ആവശ്യത്തിന്. പക്ഷേ ഇത് കല്യാണത്തിന് മാറിപ്പോയി ആഘോഷത്തിന് എടുത്ത് കൊണ്ടുപോയി. പക്ഷേ ഇത് എറിഞ്ഞത് മറ്റൊരു തലയിലായിപ്പോയി. പൊട്ടി അവിടെ തന്നെ മരിച്ചു. ഒരു കല്യാണത്തിൻ്റെ മാലയിടുന്ന സമയത്ത് ഉള്ളൊരു ദുരന്തമാണ്. അപ്പോൾ അങ്ങനെ പോലും വൃത്തികെട്ട രീതിയിൽ അപരിഷ്കൃതമായ അല്ലെങ്കിൽ ക്രൂരമായ രീതിയിൽ ഈ സംഗതികൾ നടന്നിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, സാമൂഹ്യ സാമ്പത്തിക അല്ലെങ്കിൽ ഒരു വികസനത്തിൻ്റെ മേഖലയിൽ വൻ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കുടുംബങ്ങളിൽ ബന്ധങ്ങളില്ലാതായിട്ടുണ്ട്. അങ്ങനെ സാമൂഹ്യം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നു പരസ്പരം മിണ്ടാത്ത ഒരേ കുടുംബത്തിൽ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പോൾ അതൊക്കെ മാറി കുറച്ചൊക്കെ എന്നാണ് തോന്നുന്നത്. കല്യാണത്തിന് കിട്ടില്ല ആളെ, മരിച്ച സ്ഥലത്ത് കിട്ടില്ല, സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലും വിളിച്ചാൽ വരാൻ പറ്റില്ല, വരാൻ സമ്മതിക്കില്ല. ചില വന്ന് പോകുമ്പോൾ തിരിച്ച് കൊന്നിട്ട് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതല്ലാതെ ബോംബിനൊപ്പം പറയേണ്ടതാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. അതിന് നമ്മളവിടെ വടിവാളെന്നാണ് പറയുക. മെയിനായിട്ട് വടിവാൾ അതൊരു പ്രത്യേകമാണ്. അതായത് ചെറിയ പിടിയായിരിക്കും, നീളം കൂടുതലായിരിക്കും. അതൊരു ചെറിയ പിടി, പക്ഷേ അതിൻ്റെ നീളം ഒരു അര മീറ്റർ ഇങ്ങനെ വളഞ്ഞു പോയി. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഒന്നും ഉപയോഗിക്കില്ല. ഇത് ആളെ കൊല്ലാൻ തന്നെ അതിനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഏജൻസികളുണ്ട്. അതായത് അതിന് പ്രത്യേകം ഇതുണ്ടല്ലോ, നമ്മുടെ കൊല്ലന്മാരെന്ന് പറയും. അവിടെ കൊല്ലന്മാരെന്ന് അവർ ഉണ്ടാക്കി കൊടുക്കും. അത് പല മോഡലാണ്. പല മോഡൽ ചെറിയ കത്തികളുണ്ട്, വലിയ കത്തികളുണ്ട്. ഇവരെല്ലാം വടിവാളാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വടിവാൾ ഉപയോഗിച്ചിട്ട് വെട്ടിക്കൊള്ളുന്ന രീതിയാണ് പലപ്പോഴും കാണുന്നത്. ഒറ്റ വെട്ടിന് തന്നെ
കഴുത്തറ്റ് പോകുന്ന അല്ലെങ്കിൽ കഴുത്തിൻ്റെ പകുതി ഭാഗവും തീരുന്ന വിധത്തിലുള്ള ഇതൊറ്റ വെട്ടിന് തന്നെ ആള് ആൾ തന്നു. ഇത് പരിശീലനം ഈ പട്ടികളെയൊക്കെ അത് അങ്ങനെ ഒരു ഇതുണ്ട്. അത് ഈ പട്ടികളെ വെട്ടി പരിശീലിക്കുന്ന ഒരു സംഭവം കണ്ണൂരിലുണ്ടായിട്ടുണ്ട്. അതൊരു പ്രത്യേക വിഭാഗമാണ്. അവർ പരിശീലിക്കുന്നത് മോട്ടോർ സൈക്കിളിൽ പോയിട്ട് ഓടുന്ന ഓട്ടത്തിൽ പട്ടിയെ വെട്ടുക. എത്ര സ്പീഡാണെങ്കിലും ഒരാളെ കൊല്ലാൻ പറ്റുന്ന വിധത്തിൽ പട്ടിയെ വെട്ടുന്നു. അപ്പോൾ പട്ടിയെ വെട്ടി പരിശീലിക്കുന്ന സംഭവം കണ്ണൂർ ജില്ലയിലും അല്ല, അത് വടകര, അങ്ങനെ നാദാപുരം, കുറ്റ്യാടി ഭാഗങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അതിന് കുറേ കേസ് എടുത്തിട്ടുണ്ട്. അത് പരിശീലിക്കുന്ന അങ്ങനെയാണ്. അതുകൂടാതെ പരിശീലനം വേറെ പരിശീലന കേന്ദ്രങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനും കേസെടുത്തിട്ടുണ്ട്. എങ്ങനെ ഒരാളുടെ ഏത് സ്ഥലത്ത് വെട്ടിയാലാണ് പെട്ടെന്ന് അങ്ങനെ സ്ഥാനങ്ങളൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ വെട്ടിയതിൽ ഒരിക്കലും അത് തിരിച്ച് യോജിപ്പിക്കാൻ പറ്റാതെ പൂഴി വാരിയിടുക. ഇപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം വെട്ടി അവിടെ പൂഴി വാരിയിടും. അപ്പോൾ ആശുപത്രിയിൽ പോയാൽ അത് തിരിച്ച് തുന്നിച്ചേർക്കാൻ പറ്റാതെ വിധത്തിലേക്ക് ഇതിനകത്ത് പൂഴി നീക്കം ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നാവില്ലല്ലോ. അപ്പോൾ തുന്നിച്ചേർക്കണ്ടേ. അപ്പോൾ എവിടെയാണോ വെട്ടുന്നത് അവിടെ പൂഴി വാരിയിടുക. അങ്ങനെയൊക്കെ ക്രൂരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആശുപത്രിയിൽ പോയാൽ പെട്ടെന്ന് തുന്നിച്ചേർക്കാൻ പറ്റാതെ വിധത്തിലാക്കാൻ ഇരുന്ന് പഴുക്കും. അത് അങ്ങനെയാണ്. അതിനെ ഈ വെട്ടിയ പൂഴി വാരി നടക്കുക എന്നുള്ള അങ്ങനെയുള്ള പരിപാടികളും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ വെട്ടി പരിശീലിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നായിനെ വെട്ടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി എന്ത് ക്രൂരതയും. ഇപ്പോൾ അതിനൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. ഒരുപാട് കുറവ് പറഞ്ഞാൽ അതിനെതിരെ തന്നെ ആളുകൾ അത് സംസാരിക്കാനും പ്രവർത്തിക്കാനും അത് ഒരു വലിയൊരു ദുരന്തമാണെന്നും എല്ലാ പാർട്ടികളും അംഗീകരിച്ച് പോയിട്ടുണ്ട്. അത് വലിയ പാർട്ടി ആയാലും ശരി, ചെറിയ പാർട്ടി ആയാലും ഒരു കൂട്ടർക്ക് ഇത് ഒരു നിലനിൽപ്പിൻ്റെ പോരാട്ടമായിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല. കൂട്ടർക്ക് അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇനി നടക്കില്ലെന്നും അങ്ങനെ വന്നാൽ ആർക്കും നിലനിൽപ്പില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഇതിനെ കൊണ്ട് ഒരാളെ കൊല്ലാമെന്നും ഇത്രയുള്ള ബോംബിനെ കൊണ്ട് ഒരു 10 ആളെ കൊല്ലാമെന്നും ഇത്രയുള്ളതിനെ കൊണ്ട് ഒരു പാലം പൊളിക്കാമെന്ന് പറഞ്ഞാൽ ആൾ വേണ്ട, ഒരാളെ വേണ്ടു. അപ്പോൾ നഷ്ടം എപ്പോഴും കൂടുതൽ ആളുകൾക്കുള്ളവർക്കാണ് നഷ്ടം വരിക. കാരണം ഇത് ഒരാൾ വിചാരിച്ചാലാണ് എളുപ്പം. കുറേ ആൾ കൂടിയാൽ പാമ്പും ചാവില്ലെന്ന് പറഞ്ഞ പോലെ ഇത് ഒരാൾ ആണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ 10 ആളും ഇത് ഇത്രയുള്ളൊരു പാലം പൊളിക്കാമെന്ന് സയൻസിൻ്റെ കണ്ടുപിടുത്താം. അത് എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ 500 ആളെന്നും നീ 10 ആളെന്ന് പറഞ്ഞാൽ പിന്നെ അർത്ഥമില്ലാതാവും. അപ്പോൾ അതും കണ്ണൂരിൽ പലയാൾക്കും മനസ്സിലാക്കാൻ പറ്റി. അതൊക്കെയാണ് ഇത് ഇത്രയും കുറഞ്ഞു വരാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സയൻസിൻ്റെ കണ്ടുപിടുത്തം കൈകൊണ്ടടിക്കുന്നതാണ് ശരിയാണ്. 10 ആൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ആൾ വേണം. പക്ഷേ ഇതിന് ആൾ വേണ്ട. ആൾ കുറഞ്ഞവനാണ് എളുപ്പം, ആൾ കൂടിയവനാണ് ബുദ്ധിമുട്ട്. എപ്പോഴും ആൾ കുറഞ്ഞവനാണ് ഈ ബോംബ് കൈകാര്യം ചെയ്യാൻ എളുപ്പം. ഒറ്റയ്ക്ക് വന്ന് എറിഞ്ഞിട്ട് ഒരാൾക്കൂട്ടം 10 ആൾ പോകുന്ന ആൾക്കൂട്ടത്തിൽ എറിയുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ 10 ആൾ വന്നിട്ട് എറിയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ പരസ്പരം അടി നടക്കുകയാണെങ്കിൽ 10 ആൾ എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ബോംബിന് ആൾ കുറഞ്ഞവർക്കാണ് ഇത് ഉപയോഗിക്കാൻ എളുപ്പം. അപ്പോൾ അതെല്ലാം അതിൻ്റെ സൈക്കോളജി എല്ലാവരും മനസ്സിലായി. അങ്ങനെയാണ് ഈ കണ്ണൂർ ജില്ലയിൽ കുറേയൊക്കെ പുറകോട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഒഴിവായി പോയിട്ടുള്ളത്.